ഈ ഒരു ചൂടത്തും നോമ്പിനും ഒക്കെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയാലോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാന്നുണ്ടെങ്കിൽ. ഈ ഒരു ഡ്രിങ്കിലേക്ക് നമ്മൾ എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലത്തെ മുസമ്പിയാണ് കേട്ടോ. അതിൻ്റെ തൊലിയും അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വൈറ്റ് പോർഷനൊക്കെ കംപ്ലീറ്റ് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കുറേ സമയം വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുരുവൊക്കെ കളയണം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ടായിട്ട് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചി വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് മതി. പിന്നെ ഒരു 5-6 പുതിനയില, 2 നുള്ളു ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക കേട്ടോ. 3-4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ജ്യൂസൊക്കെ പെട്ടെന്ന് അടിച്ചു കുടിക്കാം കേട്ടോ. ഏറ്റവും ബെറ്റർ ബാക്കിലുള്ള ആ ഒരു മുസമ്പിയുടെ ബാക്കിലുള്ള വൈറ്റ് പോർഷനോ അല്ലെങ്കിൽ കുരുവോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കുടിഞ്ഞാൽ മതി. അത് നല്ലോണം കഴിക്കൂട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ടത് അരിച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്